PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടത്തിയ 241/2023 കാറ്റഗറി നമ്പറിലുള്ള റിസർച്ച് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെയാണ്. അതിൻ്റെ എഴുത്തു പരീക്ഷയുടെ PSC നടത്തിയ പ്രൊവിഷണൽ ആൻസർ കീ ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യണത്. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് ദ നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ട് ഇൻ 1954 വേർ. സി ആണ് ആൻസർ. 1, 3 and 4 ഇവിടെ തന്നിരിക്കുന്നതിൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ എ ആൻഡ് ദ അതർ ആസ് റീസൺ ആർ. അപ്പോൾ ഇവിടെ അസേർഷനും റീസണും തന്നിട്ടുണ്ട്. അതിൽ സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. ഇവിടെ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ആൻസർ. ഇനി മൂന്നാമത്തെ, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 3 and 4 സി ആണ് ആൻസർ. ഇനി നാലാമത്തെ, വിച്ച് ആർ നോട്ട് ട്രൂ ഇൻ കണക്ഷൻ വിത്ത് ദ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അത് 1ഉം 3യുമാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ 1ഉം 3യും ആണ്. അത് ഉത്തരം ഡി ആണ്. അഞ്ചാമത്തെ, ഇഫ് ദ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് MOC ഈസ് കോൺസ്റ്റൻറ്റ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിൽ ബി. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നുമല്ല. അപ്പോൾ ഡി, നൺ ഓഫ് ദ എബവ് ആണ്. 6, once the need for policy change is recognized, the government has to evaluate the possible alternative policies. It is termed as decision lag. C ആണ്. 7, given below two statements, one is labeled as assertion A and the other as reason R. വീണ്ടും ഇവിടെ അസേർഷനും റീസണും തന്നിട്ടുണ്ട്. അതിൽ സി ആണ് ആൻസർ. രണ്ടും ട്രൂ ആണ്. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണ്. സി ആണ് ഉത്തരം. 8, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ FRBM ആക്ട് 2003 ഈസ് ഇവിടെ തന്നിരിക്കുന്ന 4 ഇതും ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഡി ആണ് ആൻസർ. 9, വിച്ച് ആർ നോട്ട് ദ കൾച്ചറൽ സർവീസസ് പ്രൊവൈഡ് ബൈ ദ എക്കോസിസ്റ്റം ഫോർ ഹ്യൂമൻ വെൽബീയിങ്. അതിൽ 1ഉം 4ഉം ആണ്. ക്ലൈമറ്റ് റെഗുലേഷനും ഫ്രഷ് വാട്ടറും. അപ്പോൾ എ ആണ് ആൻസർ. 10, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് റിലേറ്റഡ് ടു ഗ്രീൻ GDP. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി ആണ് ആൻസർ. 11, ചൂസ് ദ ട്രൂ അസംഷൻ അബൌട്ട് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. ബി ആണ്. ഓൺലി 2 and 3 2ഉം 3ഉം ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ബി ആണ് ആൻസർ. 12, ദ ഫിറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ റെസിഡ്യുവൽ അറ്റ് ദ പോയിന്റ് XI = 60 and YI = 50. അത് 24 ആണ്. എ ആണ്. 13, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ ട്രൂ അബൌട്ട് R സ്ക്വയർ. ഇവിടെ തന്നിരിക്കുന്ന 3 പ്രോപ്പർട്ടീസ് ട്രൂ ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ഡി ആണ് ആൻസർ വരിക. 14, പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ആൻ ഔട്ട്കം ഓഫ് മൾട്ടി കോളീനിയാരിറ്റി ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഈ 3 ഓപ്ഷൻസിൽ 2ഉം 3ഉം ആണ്. സി ആണ് ആൻസർ. 15, വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് ആർ നോട്ട് ദ അസംഷൻസ് ഓഫ് ഡർബിൻ വാട്സൺ സ്റ്റാറ്റിസ്റ്റിക്. അത് 4ാമത്തെയാണ്. ഡി ആണ് ആൻസർ. 16, ഇഫ് എ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ഹാസ് 3 categories വി ക്യാൻ ഇൻട്രൊഡ്യൂസ്. ബി ആണ് 2ാമത്തെ. 2 ഡമ്മി വേരിയബിൾസ് ആണ് കറക്റ്റ്. 17, ഇൻ ANCOVA മോഡൽ ദ റിഗ്രഷൻസ് ആർ. 4ാമത്തെയാണ്. ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. അപ്പോൾ ഡി ആണ്. 18, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ അബൌട്ട് സ്റ്റേഷനാരിറ്റി ഓഫ് ടൈം സീരീസ്. സി ആണ്. അതായത് 3ാമത്തെ. ഇനി 19, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ബോക്സ് ജെങ്കിൻസ് അപ്രോച്ച്. അത് ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ സി ആണ്. 20, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് പാനൽ ഡാറ്റ. അത് ഓൺലി 2 and 3 2ഉം 3ഉം ആണ്. അപ്പോൾ ബി ആണ്. 21, ടു വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ എക്സ്പോർട്ട് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഇറ്റ്സ് ടോട്ടൽ എക്സ്പോർട്ട്സ് ഇൻ ദ 2022-23 ഫൈനാൻഷ്യൽ ഇയർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബി ആണ്. 22, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇന്ത്യൻ ജനറൽ ഗവൺമെൻറ്റ്സ് ഡെപ്റ്റ് ടു GDP ഇൻ ദ 2022-23 ഫൈനാൻഷ്യൽ ഇയർ. 84.5%. എ ആണ്. 23, വിച്ച് ഡെമോഗ്രാഫിക് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ടിപ്പിക്കലി ഫേസസ് ദ ഹയസ്റ്റ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അർബൻ ഫീമെയിൽ. ഡി ആണ്. 24, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. GNP. സി ആണ്. 25, സപ്പോസ് ഇൻ എ കൺട്രി ദ നോമിനൽ GDP ഫോർ ദ ഇയർ 2020 ഈസ് ₹10,000 ആൻഡ് ദ റിയൽ GDP ഫോർ ദ സെയിം ഇയർ ഈസ് ₹9,000. ദെൻ ദ വാല്യൂ ഓഫ് GDP ഡിഫ്ലേറ്റർ ഈസ്
111.11 C ആണ്. 26. Which sector attracted the highest foreign direct investment inflows into India in the last fiscal year? A ആണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. ഇനി 27. According to the SDG India Index 2020, which Indian state ranked first in Sustainable Development Achievement? Kerala. C ആണ്. 28. In calculating the Sustainable Development Goals India Index, how many goals are considered? 17. B ആണ്. 29. In the United Nations Sustainable Development Goals Index 2023, out of 166 countries, what was India's rank? 112 ആണ്. D ആണ്. 30. Which is the current base year used for estimating national income in India as of 2023? അത് C ആണ്. 2011 to 12. 31. Whose theory affirms that humans have 3 motivational drivers regardless of age and gender? MC Cleland. D ആണ്. 32. Which among the following is not a quality management tool? Click. D ആണ്. 33. A transaction that involves an increase in current ratio but no change in working capital, അത് payment to trade creditors. C ആണ്. 34. DuPont formula was developed by B ആണ് ഡൊണാൾഡ്സൺ ബ്രൗൺ. 35. A crude hypothesis. C ആണ്. 36. Longitudinal research approach deals with long term research. A ആണ്. 37. Type 1 error occurs when B ആണ് null hypothesis gets rejected even if it is true. 38. If the field of enquiry is not homogeneous and contains variety of items, the sampling method adopted is stratified sampling. B ആണ്. 39. Which of the following statements are true regarding ARR method? ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 3 ആണ്. A ആണ്. 40. Dash is commonly referred to as index investing, passive portfolio management. B ആണ്. 41. The key factor that distinguishes project management from just management is that it has a finite time span. B ആണ്. 42. Which among the following is a type of project audit? All of the above. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം D ആണ്. 43. ഡാഷ് കോസസ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഈ 1, 2, 3 ആണ്. അപ്പോൾ C ആണ് ആൻസർ. 44. Which of the following statements are true regarding CAPM? 1ഉം 2 ആണ്. അപ്പോൾ A ആണ്. 45. WACC for a given firm is the blended cost of capital of common shares, preferred stock and debt. D ആണ്. 46. The framework introduced by SEBI mandating certain listed companies to disclose their ESG related information is BRSR. B ആണ്. 47. The scale that reports the ranking of the data without actually establishing the degree of variation between them. Ordinal scale. B ആണ്. 48. In dash research design method, researchers manipulate one or more independent variables and measures their effects on dependent variables. അത് experimental. C ആണ്. 49. In order to achieve construct validity in measurement, which of the following is necessary? ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ D ആണ്. 50. Comparative statements are also known as horizontal analysis. B ആണ്. ഇനി 51 തൊട്ടുള്ള മാത്സ് ആണ്. അതിൻ്റെ ആൻസർ വായിക്കാം. 51-ാമത്തേന് B ആണ്. 52-ാമത്തേന് C ആണ് 2/3. ഇനി 53-ാമത്തേന് B ആണ് ഇമാജിനറി പാർട്ട് ഓഫ് 5t. 54-ാമത്തേന് C ആണ് 1/3. 55 A ഹാഫ് ആണ്. 56 അതിൻ്റെ ആൻസർ 10, 16, 22, 28 C ആണ്. 57-ന് B ആണ് 13/11. 58-ന് 4, 3, 5 A ആണ്. 59-ന് 6 ആണ്. B ആണ്. ഇനി 60-ാമത്തേന് D ആണ് 3. 61-ന് √π/32 D ആണ്. 62-ന് x greater than 0.9 B ആണ്. 63-ന് പെയ്ഡ് ടി ടെസ്റ്റ് B ആണ്. 64-ന് മൾട്ടി കൊളീനിയാരിറ്റി A ആണ്. 65-ന് 0.75 C ആണ്. 66-ന് D ആണ്. 67-ന്
മെട്രിക്സിൻ്റെ എ ഈക്വൽസ് 0 -1 -1 0 ഹാസ് നോ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഇൻ സി. സി ആണ് ആൻസർ. 68 മെട്രിക്സ് എ ആണ്. 69 ഡി ആണ്. എവരി ഹോമോമോർഫിസം ഈസ് എ 1-to-1 മാപ്പ്. ഡി ആണ് ആൻസർ. 70 എ ആണ്. സെറ്റ് 1 3 6 2 8 4 5 7 എ ആണ് ആൻസർ. 71 ബി ആണ്. -2 1. 72 0 1 സി ആണ്. 73 നൺ ഓഫ് ദ എബവ് ആണ്. 74 എ ആണ്. സിഗ്മ കെ ഈക്വൽ ടു 1 to infinity kz raised to k -1. 75 ബി ആണ്. -1/4. 76 എ ആണ്. m × m - 1 + ½ m - ½ 77 x/y = c. ബി ആണ്. 78 ഡി നൺ ഓഫ് ദ എബവ് ആണ്. 79 എ ആണ്. u ഈക്വൽസ് ax + by + 1/a + b. 80 സി ആണ്. u of xy ഈക്വൽസ് 2y + x - y ഹോൾ സ്ക്വയർ. 81 ബി ആണ്. നോ പോയിന്റ് ഈസ് ആൻ അക്യുമുലേഷൻ പോയിന്റ് ഓഫ് എനി സെറ്റ്. 82 ബി ആണ്. ആർ വിത്ത് സെമി ഓപ്പൺ ഇൻ്റർവൽ ടോപ്പോളജി. 83 സി ആണ്. ടോപ്പോളജി സൈൻ കർവ് ഈസ് പാത്ത് കണക്റ്റഡ്. 84 നൺ ഓഫ് ദ എബവ് ആണ്. ഡി ആണ്. 85 സി ആണ്. 86 ബി ആണ് ആൻസർ. 87 കൊൽക്കത്ത എ ആണ്. 88 ബി ആണ്. 19. 89 സാമ്പിളിംഗ് ഫ്രെയിം ബി ആണ്. 90 ഡി ആണ്. സ്ട്രാറ്റിഫൈഡ് മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ് ഡിസൈൻ. 91 ഡി ആണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് LND.F. 92 സി ആണ്. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. 93 സി ആണ്. ഇക്വാളിറ്റി ഓഫ് മീഡിയൻസ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് പോപ്പുലേഷൻസ്. 94 ബി ആണ്. ഓൺലി 1 2 and 3 ആർ ട്രൂ. നാലാമത്തെ ട്രൂ അല്ല. 95 ഓൺലി 1 2 and 4 ആർ കറക്റ്റ്. എ ആണ്. 96 സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കണേൽ ഓൺലി 1 2 3 and 4 ആർ കറക്റ്റ്. ഡി ആണ്. 97 എ ഈക്വൽസ് 1 2 3 4 എ ആണ് ആൻസർ. 98 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ബിറ്റ്വീൻ y1 and y2 ബി ആണ്. 99 മീൻ എന്നുള്ള ഡി ആണ് ആൻസർ. 100 സം ഓഫ് A10 = A20 സി ആണ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ഇന്നലെ നടന്ന പരീക്ഷയുടെ PSC പരീക്ഷയുടെ റിസർച്ച് അസിസ്റ്റൻ്റ് എന്നുള്ള പരീക്ഷയുടെ പ്രൊവിഷണൽ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറൊക്കെ മനസ്സിലാക്കുക. ഇതിലെന്തെങ്കിലും തിരുത്തലുകൾ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫൈനൽ ആൻസർ കീയിൽ മാറി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.